Network News is brought to you in association with Pavan Gold House, Old Bus Stand, Payyanur. മംഗല്യ സ്വപ്നങ്ങൾക്ക് ചാരുതയേകാൻ കല്ലറിക്കൽസ് ഗോൾഡ് പാർക്ക് പയ്യന്നൂർ. പയ്യന്നൂർ റൂറൽ ബാങ്ക് വിശ്വാസ്യതയുടെ സേവനത്തിന്റെ 7 പതിറ്റാണ്ടുകൾ. ശുദ്ധമായ പാൽ, ഒരു ജനതയുടെ വിശ്വാസം. ജനതാ പാൽ, തികച്ചും പുതുമയോടെ. സഹകരണ ആയുർവേദ പയ്യന്നൂർ. കൃഷ്ണ ട്രേഡേഴ്സ്, ലത്തീഫിയ സ്കൂളിന് സമീപം, ബൈപാസ് റോഡ്, പയ്യന്നൂർ. അപ്പോളോ ക്ലിനിക്, റിയാദ് മോൾ, പെരുമ്പ, Purity Gold, pure tradition. Manohar Jewelries, Jewel House, Jewel Junction, Payyanur. നമസ്കാരം. നെറ്റ്വർക്ക് ന്യൂസ് അവറിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. മാട്ടൂരിൽ കടൽക്ഷോഭത്തിൽ തീരദേശ മേഖലയിൽ വെള്ളം കയറിയത് മാട്ടൂൽ കോൽക്കാരൻ ചാൽ പ്രദേശങ്ങളെ. കടൽ തീരത്തെ തോടുകളിലേക്ക് വെള്ളം ഇരച്ചു കയറി. ചിഹ്നം നിലനിർത്താനുള്ള നെട്ടോട്ടത്തിലാണ് കേരളത്തിലെ CPM എന്ന് BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ രഞ്ജിത്ത്. അഴിമതിരഹിതമായ ഭരണമാണ് രാജ്യത്ത് നടക്കുന്നതെന്നും കെ രഞ്ജിത്ത്. ചെറുവച്ചേരി കണ്ടോന്താർ റോഡിൽ കുടിവെള്ള പദ്ധതിയുടെ ഭാഗമായി കുഴിച്ച കുഴികൾ പൂർവ്വസ്ഥിതിയിലാക്കാത്തത് യാത്രക്കാർക്ക് പ്രയാസം സൃഷ്ടിക്കുന്നു. റോഡ് വെട്ടിപ്പൊളിച്ചിട്ട് മാസങ്ങൾ പിന്നിട്ടു. ശ്രീരാമവില്യം കഴകത്തിൽ 25 സംവത്സരങ്ങൾക്ക് ശേഷം നടക്കുന്ന പെരുങ്കളിയാട്ടത്തിന് അനുവാദം വാങ്ങൽ ചടങ്ങ് ആചാര അനുഷ്ഠാനങ്ങളോടെ നടന്നു. പെരുങ്കളിയാട്ടം നടക്കുന്നത് 2025 മാർച്ച് 5 മുതൽ 12 വരെ. വിശദമായ വാർത്തകളിലേക്ക്. മാട്ടൂരിൽ കടൽക്ഷോഭം, തീരദേശ മേഖലയിൽ വെള്ളം കയറി. മാട്ടൂൽ കോൽക്കാരഞ്ചാൽ പ്രദേശങ്ങളിലാണ് വെള്ളം കയറിയത്. വൻ തിരമാലകൾ കരയിലേക്ക് ആഞ്ഞടിക്കുകയായിരുന്നു. കടൽ തീരത്തെ തോടുകളിലേക്കും വെള്ളം ഇരച്ചു കയറി. മാട്ടൂൽ പഞ്ചായത്തിലെ 12ാം വാർഡായ കോൽക്കാരൻചാലിൽ വൻ കടലേറ്റമുണ്ടായി. ഇന്നലെ വൈകിട്ട് 3 മണിയോടെയാണ് പെട്ടെന്ന് കടൽ ഇളകിയത്. വൻ തിരമാലകൾ കരയിലേക്ക് ആഞ്ഞടിക്കുകയായിരുന്നു. കടൽ തീരത്തെ തോടുകളിലേക്ക് വെള്ളം ഇരച്ചു കയറി. പറമ്പുകളിലേക്കും വെള്ളം കയറി. ചില വീടുകൾക്കും ഭീഷണിയുണ്ട്. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. ചിഹ്നം നിലനിർത്താനുള്ള നെട്ടോട്ടത്തിലാണ് കേരളത്തിലെ CPM എന്ന് BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ രഞ്ജിത്ത്. അഴിമതിരഹിതമായ ഒരു ഭരണമാണ് രാജ്യത്ത് നടക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. പഴയങ്ങാടി വ്യാപാരി ഭവനിൽ നടന്ന കല്യാശ്ശേരി മണ്ഡലം NDA കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു കെ രഞ്ജിത്ത്. പ്രതിപക്ഷം രാഷ്ട്രീയ ഭിക്ഷാന്തേഹികളായി മാറിയപ്പോൾ CPM ചിഹ്നം നിലനിർത്താനുള്ള നെട്ടോട്ടത്തിലാണെന്ന് കല്യാശ്ശേരി മണ്ഡലം NDA കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ രഞ്ജിത്ത് പറഞ്ഞു. ഈ രാജ്യത്തിന്റെ ഖജനാവ് കാത്തു സൂക്ഷിക്കുന്ന ഒരു കാവൽക്കാരനായി ഞാനെന്നും നിങ്ങളുടെ കൂടെ ഉണ്ടാകും എന്ന് അദ്ദേഹം പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, ഞങ്ങളുടെ ഈ നികുതി പണം കൊള്ളയടിക്കാൻ ആരെയും അനുവദിക്കുകയില്ല എന്ന് അദ്ദേഹം പ്രഖ്യാപനം നടത്തി. അദ്ദേഹം പറഞ്ഞ വാക്ക് അനുസരണപതി അദ്ദേഹം പാലിച്ചു. ഈ 2 ടേം 10 വർഷം പൂർത്തീകരിക്കുന്നതിനിടയിൽ നരേന്ദ്രമോദിക്ക് മുൻ ഭരണകർത്താക്കൾ അഴിമതി നടത്തി എങ്ങനെ രാജ്യത്തെ കൊള്ളയടിക്കാമെന്ന് ഗവേഷണം നടത്തിയവരാണ്. 10 വർഷത്തെ മോദി ഭരണത്തിൽ ഒരു അഴിമതി പോലും ചൂണ്ടിക്കാണിക്കുവാൻ പ്രതിപക്ഷത്തിന് പോലും കഴിയാത്തത് പ്രധാനമന്ത്രിയുടെ നേട്ടമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. BJP കല്യാശ്ശേരി മണ്ഡലം പ്രസിഡന്റ് CV സുമേഷ്, NDA മണ്ഡലം ചെയർമാൻ ശങ്കരൻ കൈതപ്രം, E മനീഷ്, C നാരായണൻ, പ്രഭാകരൻ മാങ്ങാട്, ഗംഗാധരൻ കാളീശ്വരം, AV സനൽകുമാർ, TS ശ്രീധരൻ ഉണ്ണി, AK ഗോവിന്ദൻ, C ഭാസ്കരൻ തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. ചെറുവച്ചേരി കണ്ടോന്താർ റോഡിൽ കുടിവെള്ള പദ്ധതിയുടെ ഭാഗമായി കുഴിച്ച കുഴികൾ പൂർവ്വസ്ഥിതിയിലാക്കാത്തത് യാത്രക്കാരെ വലയ്ക്കുന്നു. റോഡ് വെട്ടിപ്പൊളിച്ചിട്ട് മാസങ്ങൾ പിന്നിട്ടിട്ടും തിരിഞ്ഞു നോക്കാത്ത അവസ്ഥയിലാണ് അധികൃതർ. ചെറുവച്ചേരി റോഡ് മുതൽ കണ്ടോന്താർ കള്ളുഷാപ്പ് വരെയുള്ള ഭാഗങ്ങളിൽ ജലജീവൻ മിഷൻ കുടിവെള്ള കണക്ഷനുകൾ നൽകാനായി 2 മാസങ്ങൾക്ക് മുൻപാണ് കുഴിയെടുത്തത്. പൈപ്പിട്ടിട്ടും കുഴി പൂർവ്വസ്ഥിതിയിലല്ലാത്തത് വാഹനങ്ങൾ അപകടക്കിണിയിലാക്കിയും നാടിനെ പൊടിയിൽ മൂടിയും യാത്രക്കാരെ ബുദ്ധിമുട്ടിലാക്കുകയാണ്. ഇരുചക്രവാഹന യാത്രക്കാരും കാൽനട യാത്രക്കാരും റോഡിലെ കിണിയിൽപ്പെടുന്നത് നിത്യസംഭവമായി മാറിയിരിക്കുകയാണ് ഇവിടെ. പൊടിശല്യം സഹിക്കവയ്യാത്ത അവസ്ഥയിലാണ് സമീപവാസികളുടെ ജീവിതവും. പലതവണയായി പഞ്ചായത്ത് അധികൃതർ പൊതുമരാമത്ത് വകുപ്പ് അധികൃതരുമായി ബന്ധപ്പെട്ടെങ്കിലും ഇതുവരെ ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ലെന്ന് നാട്ടുകാർ പറയുന്നു. കടന്നപ്പള്ളി പാണപ്പുഴ പഞ്ചായത്തിലെ 2ാം വാർഡിൽപ്പെട്ട ഈ കണ്ടോന്താർ എന്ന സ്ഥലത്ത് ഈ പോസ്റ്റ് ഓഫീസിൽ ബിൽഡിങ്ങിൻ്റെ അടുത്തുള്ള സ്ഥലത്ത്
ജപ്പാൻ വെള്ളത്തിൻ്റെ പൈപ്പിടാൻ വേണ്ടി കയറിയിട്ട് ഏകദേശം 2 മാസത്തിലധികമായി. ഇതുവരെ അത് മൂടാത്തതുകൊണ്ട് പൊടി പാറിയിട്ട് ജനങ്ങൾക്ക് കല്ല് തെറിച്ചിട്ട് കുട്ടികൾക്കും മറ്റും യാത്രക്കാർക്കും ഒന്നും പോകാൻ പറ്റാത്ത ഒരു സ്ഥിതിയാണ്. അധികൃതർ ശ്രദ്ധയിൽ പല പ്രാവശ്യം ഞാൻ പെടുത്തിയിട്ട് ഒരു ആക്ഷനും ഉണ്ടായിട്ടില്ല. ഇന്നേക്ക് ഏകദേശം 2 മാസത്തിലധികമായി ഇത് കയറി മുറിച്ചിട്ട് പൊടി പാറുന്നു. ചെറിയ ഇടുങ്ങിയ റോഡ്, നല്ല വാഹന ബാഹുല്യം, ഇതൊക്കെ ഉള്ള ഏരിയ ആണ്. അതുകൊണ്ട് എത്രയും വേഗത്തിൽ നടപടി സ്വീകരിക്കാൻ ഞാൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയറൊക്കെ ബന്ധപ്പെട്ടിരുന്നു. അവർ പറഞ്ഞ് ഇപ്പം ചെയ്യും, അടുത്ത ആഴ്ച ചെയ്യും എന്നൊക്കെ പറഞ്ഞിട്ട് ഇതുവരെയൊക്കെ ചെയ്തിട്ടില്ല. അതുകൊണ്ട് ജനങ്ങളുടെ ജീവന് തന്നെ ഇതൊരു ഭീഷണിയാണ്. റോഡിന്റെ ശോചനാവസ്ഥയ്ക്ക് പുറമെ ഇനിയും 10ഓളം ഗാർഹിക കണക്ഷനുകൾ വാട്ടർ അതോറിറ്റി നൽകേണ്ടതായിട്ടുണ്ട്. കുടിവെള്ളക്ഷാമം രൂക്ഷമാകുന്ന ഈയൊരു സമയത്ത് പോലും അധികാരികൾ ആവശ്യങ്ങൾക്ക് നേരെ കണ്ണടയ്ക്കുകയാണ്. വികസനത്തിന്റെ പേരിൽ വെട്ടിപ്പൊളിച്ചിട്ട റോഡുകൾ നാടിനും നാട്ടുകാർക്കും തീരാ നോവായി മാറുകയാണ്. പൊടിശല്യവും യാത്രക്കാർക്ക് യാത്ര ചെയ്യാനുള്ള ബുദ്ധിമുട്ടും രൂക്ഷമായതോടെ ഉത്തരവാദിത്തപ്പെട്ടവരെ നാട്ടുകാർ അറിയിച്ചെങ്കിലും മൗനം മാത്രമാണ് ബാക്കി. നെറ്റ്വർക്ക് ന്യൂസിനു വേണ്ടി ക്യാമറ പേഴ്സൺ പ്രണവ് പെരുവാമ്പക്കൊപ്പം സ്നേഹ ഡിസിൽവ. ശ്രീ രാമവില്യം കഴകത്തിൽ 25 സംവത്സരങ്ങൾക്ക് ശേഷം നടക്കുന്ന പെരുങ്കളിയാട്ടത്തിന് അനുവാദം വാങ്ങൽ ചടങ്ങ് ആചാരാനുഷ്ഠാനങ്ങളോടെ നടന്നു. ചടങ്ങിൽ രാമവില്യം കഴകത്തിലെ ആചാരസ്ഥാനികരും കൂട്ടായിക്കാരും ക്ഷേത്ര ഭാരവാഹികളും പങ്കെടുത്തു. ശ്രീ രാമവില്യം കഴകത്തിൽ 25 വർഷങ്ങൾക്കു ശേഷം നടക്കുന്ന പെരുങ്കളിയാട്ടത്തിന് അനുവാദം വാങ്ങൽ ചടങ്ങ് ആചാര അനുഷ്ഠാനങ്ങളോടെ നടന്നു. ഇളമ്പച്ചി താഴേക്കാട്ടുമനയിലും ദേശാധിപനായ ഉദിനൂർ കൂലോം ശ്രീ ചക്രപാണി ക്ഷേത്രം കോയ്മ കലിയന്തിൽ തറവാട്ടിൽ നിന്നും ക്ഷേത്രം തന്ത്രി തെക്കിനെയടുത്ത് തരണനല്ലൂർ പത്മനാഭൻ ഉണ്ണി നമ്പൂതിരിപ്പാടിൽ നിന്നുമാണ് പെരുങ്കളിയാട്ടത്തിന് താമ്പൂലവും അടക്കിയും ദക്ഷിണയും വെച്ച് അനുവാദം വാങ്ങൽ ചടങ്ങ് നടന്നത്. ചടങ്ങിൽ രാമവില്യം കഴകത്തിലെ ആചാരസ്ഥാനികരും കൂട്ടായിക്കാരും ക്ഷേത്ര ഭാരവാഹികളും പങ്കെടുത്തു. 2025 മാർച്ച് 5 മുതൽ 12 വരെയാണ് ശ്രീ രാമവില്യം കഴകത്തിൽ പെരുങ്കളിയാട്ടം നടക്കുന്നത്. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. ഒരു തിരഞ്ഞെടുപ്പ് കൂടി വന്നണയുമ്പോൾ രാഷ്ട്രീയ പാർട്ടികളും നേതാക്കളും മറക്കാത്ത ഒരു പേരുണ്ട്. തിരുനെല്ലായി നാരായണയ്യർ ശേഷൻ. രാജ്യത്ത് മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ എന്നൊരു പദവി ഉണ്ടെന്നും ആ പദവിക്ക് ആർക്കും ചോദ്യം ചെയ്യാനാവാത്ത അധികാരങ്ങളുണ്ടെന്നും നേതാക്കളും രാജ്യത്തെ വോട്ടർമാരും അറിഞ്ഞത് ടി.എൻ. ശേഷൻ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ആയിരിക്കെയാണ്. 5 വർഷമാണ് ടി.എൻ. ശേഷൻ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറായിരുന്നത്. ഇക്കാലയളവിൽ നടന്നത് 2 പൊതു തെരഞ്ഞെടുപ്പുകൾ. 1996 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പിറന്ന തൂക്കുസഭയ്ക്കും തുടർന്നുള്ള രാഷ്ട്രീയ നാടകങ്ങൾക്കും ശേഷൻ സാക്ഷിയാണ്. ഓരോ സ്ഥാനാർത്ഥിക്കും മണ്ഡലത്തിൽ ചെലവഴിക്കാവുന്ന പണത്തിന് പരിധിയുണ്ടെന്നും സ്വീകരിക്കുന്ന സംഭാവനകൾക്ക് കണക്ക് സൂക്ഷിക്കണമെന്നും രാഷ്ട്രീയ കക്ഷികളും നേതാക്കളും അറിഞ്ഞത് ശേഷന്റെ കാലത്താണ്. 1996 ഭരണമികവിന് മാക്സെ പുരസ്കാരം നേടി. 2019 നവംബർ 10-നാണ് അദ്ദേഹം മരണപ്പെടുന്നത്. ന്യൂസ് ബ്യൂറോ, കരിവെള്ളൂർ. 83-ാം വയസ്സിലും എണ്ണാൻ പറ്റാത്തത്ര കവിതകൾ എഴുതുകയാണ് ഒരു എഴുത്തുകാരൻ. ഏരിയം മാണിക്യമംഗലത്തെ മൊട്ടമ്മൽ കണ്ണനാണ് ഒട്ടനവധി കവിതകൾ എഴുത്തിന്റെ കഴിവ് തെളിയിക്കുന്നത്. വിദ്യാർത്ഥിനി നിങ്ങൾ ഫോണുകൾ കൊണ്ട് കളിക്കരുതേ, ഫോണുകൾ കൊണ്ട് ഗുണമെന്നാലും ദോഷം വളരെ വലുതാണ്. പടുത്ത കാര്യം പിറകോട്ടാകും, ഭാവി തകർക്കും കുട്ടികളെ. വർഷങ്ങളായി മൊട്ടമ്മൽ കണ്ണൻ കവിതകൾ എഴുതാൻ തുടങ്ങിയിട്ട്. സ്വന്തമായി കവിതകൾ എഴുതി ഈണം നൽകി പാടാറാണ് പതിവ്. കോടിയേരി ബാലകൃഷ്ണൻ, ഇ.കെ. നായനാർ തുടങ്ങിയ രാഷ്ട്രീയ നേതാക്കളെ പറ്റിയും കോൽക്കളി, ബ്രിട്ടീഷ് സമരം, കുടുംബശ്രീ, കാലവർഷം തുടങ്ങി മറ്റ് ഒട്ടനവധി വിഷയങ്ങളെപ്പറ്റിയും കണ്ണൻ കവിതകൾ എഴുതിയിട്ടുണ്ട്. കുട്ടികളുടെ അമിത ഫോൺ ഉപയോഗത്തെപ്പറ്റിയാണ് അവസാനം എഴുതിയ കവിത. ആവശ്യക്കാർക്ക് അവർ ആവശ്യപ്പെടുന്ന വിഷയങ്ങളെക്കുറിച്ചും കവിത എഴുതാറുണ്ട്. ക്ഷേത്രങ്ങളെയും പള്ളികളെയും കുറിച്ച് എഴുതിയ കവിത ആലപിക്കുന്നതിന് തന്നെ പൊന്നാടയണിയിച്ച് ആദരിച്ചിട്ടുണ്ടെന്നും ഇദ്ദേഹം പറയുന്നു. എണ്ണാൻ പറ്റാത്തത്രോളം ഒട്ടനവധി കവിതകൾ എഴുതിയിട്ടുണ്ട്. എത്ര വർഷമായി ഒരു കവിത എഴുതാൻ വേണ്ടി തുടങ്ങി? കവിത എഴുതാൻ തുടങ്ങിയിട്ട് ഏകദേശം ഒരു 16 കൊല്ലമായി. പിന്നെ അതിനു മുമ്പ് ഞാൻ ഇഷ്ടംപോലെ പുരാണ പുസ്തകങ്ങളും മറ്റു പലതും വായിക്കുകയും പഠിക്കുകയും ചെയ്തോണ്ട്
ഒരുപാട് കവിത എഴുതിയിട്ടുണ്ടല്ലോ. ഏതൊക്കെ വിഷയങ്ങളെ പറ്റിയിട്ടാണ് കവിത എഴുതിയിട്ടുള്ളത്? ഒരുപാട് കവിത എന്ന് പറഞ്ഞാൽ ഈ ക്ഷേത്രങ്ങളെ സംബന്ധിച്ച് നമ്മുടെ AMC പുലിയൂരുകാട് ക്ഷേത്രത്തിനെ സംബന്ധിച്ച് കവിത എഴുതിയിരുന്നു. അവിടുന്ന് ഞാൻ ചൊല്ലിയിരുന്നു. വേട്ടക്കരുവൻ കോട്ടത്തിൽ, വേട്ടക്കരുവൻ, ഊർപ്പഴശ്ശി, ആരോട്ട് ഭഗവതി, കമ്മിയമ്മ, പരാളിയമ്മ, നാലുകെട്ട് അമ്പലത്തിൻ്റെത്, 4 പഴുക്ക തൂണിൻ്റെയൊക്കെ പിന്നെ ഈ കവിത എഴുതാൻ പറഞ്ഞിട്ട് എഴുതിയിട്ട് അവിടെ ഞാൻ ചൊല്ലിക്കൊടുത്ത് അവരെന്നെ ആദരിച്ചിനാണ് വയനാട് അണീച്ചിന്. അതേപോലെ മഹാവിഷ്ണു ക്ഷേത്രത്തിലും കവിത എഴുതി ചൊല്ലി അവരും ആദരിച്ചാണ് വയനാട് അണീച്ചിന്. അതേപോലെ കുപ്പേരി മുസ്ലിം പള്ളിയിൽ നബിദിന ആഘോഷത്തിന് 118 വരി കവിത ഞാൻ അവിടെ ചൊല്ലി. അവരും സമ്മാനം തരികയും വയനാട് അണീക്കൊക്കെ ചെയ്തതിന്. അപ്പോൾ ഈ 2024 നബിദിനത്തിനൊക്കെ 54 വരി ഞാൻ എഴുതി വെച്ചിട്ടുമുണ്ട്. ചെറുപ്പം മുതലേ വായനയോടായിരുന്നു താല്പര്യം. ഷെൽഫ് മുഴുവൻ താൻ വായിച്ച പുരാണ പുസ്തകങ്ങളാണ്. തൻ്റെ 83-ാം വയസ്സിലും താനൊരു വിദ്യാർത്ഥിയാണെന്നും ഇപ്പോഴും കൂടുതൽ കാര്യങ്ങളെപ്പറ്റി വായിക്കുകയും പഠിക്കുകയും ചെയ്യുകയാണെന്നും ഇദ്ദേഹം പറയുന്നു. ചെറുപ്പത്തിൽ പെരുന്തയോടൻ ഗോവിന്ദൻ നായർ എഴുത്തച്ഛൻ്റെ കീഴിൽ മണലെഴുത്താണ് പഠിച്ചത്. കരിപ്പാൽ സ്കൂളിൽ 3-ാം തരം വരെയും ഏരിയം സ്കൂളിൽ 5-ാം തരം വരെയും പഠിച്ചു. വർഷങ്ങളായി താൻ എഴുതിയ കവിതകൾ പുസ്തകമാക്കാനുള്ള മുന്നൊരുക്കത്തിലാണ് ഈ എഴുത്തുകാരൻ. നിങ്ങൾക്കുള്ളൊരു മസ്തിഷ്കത്തിൻ്റെ ഓർമ്മയുടെ ഓർമ്മീമാരകളിൽ കരപറ്റിയിട്ടുള്ള അറിവുകൾ അറിവൻ കലവറ തന്നിൽ സൂക്ഷിക്കൂ. ബുദ്ധിയതെന്നൊരു താക്കോൽ കൊണ്ടു തുറന്നെടുക്കുക കുട്ടികളെ. കാലത്തിനതീതമായ സൃഷ്ടികൾ ഉണ്ടാകുമ്പോഴാണ് ഒരു എഴുത്തുകാരൻ എന്നും ഓർമ്മിക്കപ്പെടുന്നത്. തൻ്റെ 83-ാം വയസ്സിലും ഒട്ടനവധി കവിതകൾ എഴുതി ജനഹൃദയങ്ങളിൽ ഇടം നേടിയ ഒരു വ്യക്തിയാണ് മൊട്ടമ്മൽ കണ്ണൻ. അദ്ദേഹത്തിൻ്റെ കവിതകൾ പുസ്തകമാക്കാനുള്ള തയ്യാറെടുപ്പിലാണ് അദ്ദേഹത്തിന് എല്ലാ ഭാവുകങ്ങളും നേർന്നു. നെറ്റ്വർക്ക് ന്യൂസിനു വേണ്ടി ക്യാമറ പേഴ്സൺ പ്രണവ് പുരുവമ്പക്കൊപ്പം സ്നേഹ ഡിസിൽവ. ഉദിനൂർ സുന്നി സെന്ററിൽ സമൂഹ നോമ്പുതുറ സംഘടിപ്പിച്ചു. സമൂഹത്തിന്റെ വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർ ഉൾപ്പെടെ നിരവധി പേരാണ് ഇഫ്താറിൽ പങ്കെടുത്തത്. കഴിഞ്ഞ 49 വർഷങ്ങളായി സാമൂഹ്യ ജീവകാരുണ്യ പ്രവർത്തന രംഗത്ത് വൈവിധ്യങ്ങളായ സേവനങ്ങൾ നടത്തിവരുന്ന സുന്നി സെന്ററിന്റെ റംലാൻ പ്രവർത്തനങ്ങളുടെ ഭാഗമായാണ് സമൂഹ നോമ്പുതുറ സംഘടിപ്പിച്ചത്. കേരള മുസ്ലിം ജമാഅത്ത് തൃക്കരിപ്പൂർ സർക്കിൾ കർമ്മസമിതി പ്രസിഡന്റ് TC ഇസ്മായിൽ റംലാൻ പ്രഭാഷണം നടത്തി. MDP അബൂബക്കർ മൗലവി, TC മുഹമ്മദ് സാനി, KK നൌഫൽ സആദി, TC മുസമ്മിൽ, NE ഇബ്രാഹിംകുട്ടി, റസാഖ് പുഴക്കര, TP റാഷിദ് സആദി, TP ഉനൈസ് തുടങ്ങിയവർ സമൂഹ നോമ്പുതുറയ്ക്ക് നേതൃത്വം നൽകി. നാനാജാതി മതസ്ഥരും വ്യത്യസ്ത രാഷ്ട്രീയ പാർട്ടികളിലുള്ളവരും ഉദിനൂർ സുന്നി സെന്ററിൽ നടന്ന സമൂഹ നോമ്പുതുറയിൽ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. വേനലവധിക്കാലത്ത് സജീവമായി വഴിയോര കുട്ടിക്കച്ചവടക്കാർ വിഷുവിന് പടക്കങ്ങൾ വാങ്ങാൻ പണം സമ്പാദിക്കാനായാണ് കട നിർമ്മിച്ചത്. കുറ്റൂർ പൂരക്കടവത്തെ 5ഓളം കുട്ടികൾ ചേർന്നാണ് കട ആരംഭിച്ചത്. വിദ്യാർത്ഥികൾ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന സമയമാണ് വേനൽക്കാലാവധി. വിശ്രമിക്കാനും പുതിയ ഓർമ്മകൾ സൃഷ്ടിക്കാനുമുള്ള ഒരു കാലഘട്ടം. കൂട്ടുകാരോടൊത്ത് ഉല്ലസിച്ച് നടക്കേണ്ട ഈയൊരു സമയത്ത് സ്വന്തമായി പണം സമ്പാദിക്കാനുള്ള പരിശ്രമത്തിലാണ് കുറച്ച് കൂട്ടുകാർ. കുറ്റൂർ പൂരക്കടവത്തെ ആരുഷ്, തനൈ, ദേവനന്ദ്, നിവേദ്, കാർത്തിക് തുടങ്ങിയ വിദ്യാർത്ഥികളാണ് തുണിയും ടാർപ്പായും ഉപയോഗിച്ച് സ്വന്തമായി ഒരു കുഞ്ഞുകട നിർമ്മിച്ചത്. സ്വന്തമായി അധ്വാനിച്ചുണ്ടാക്കുന്ന പണം കൊണ്ട് വിഷുവിന് പടക്കങ്ങൾ വാങ്ങണമെന്ന ആഗ്രഹത്തോടെയാണ് ഇവർ കട ആരംഭിച്ചത്. ഇന്നു മുതൽ പ്രവർത്തനം ആരംഭിച്ച കടയിൽ നിരവധി പേരാണ് എത്തുന്നത്. ഇതുണ്ടാക്കിയത് വെടിമണി വിഷുവിന് പടക്കം മണിക്കാനാണ്. പിന്നെ ബത്തക്കള്ളുണ്ട്, പിന്നെ ഇതുണ്ട്, മാങ്ങയുണ്ട്, നെല്ലിക്കയുണ്ട്, ക്യാരറ്റുണ്ട്. പിന്നെ അത് നമ്മൾ വിഷുവിന് പടക്കം മണിക്കാനാണ്, അത് വേണ്ടിയിട്ടാണ് നമ്മൾ ആക്കിയത്. വത്തക്ക വെള്ളം, നാരങ്ങ വെള്ളം, സംഭാരം, ഉപ്പിലിട്ടത് തുടങ്ങിയവ സ്വന്തമായി ഉണ്ടാക്കിയാണ് വിൽപ്പനയ്ക്ക് ഒരുക്കിയിരിക്കുന്നത്. കട തുടങ്ങുന്നതിൽ വീട്ടുകാരുടെ പ്രോത്സാഹനവും ഉണ്ടായിരുന്നെന്നും കുട്ടികൾ പറയുന്നു. കച്ചവടം പൊടിപൊടിക്കുന്ന സന്തോഷത്തിലാണ് ഇവർ. സ്വന്തം ആവശ്യങ്ങൾക്കായി ഇപ്പോഴും മാതാപിതാക്കളെ ആശ്രയിക്കേണ്ടി വരുന്ന ഏവർക്കും ഒരു മാതൃകയായി മാറുകയാണ് ഈ കുഞ്ഞു കൂട്ടുകാർ.
അവധിക്കാലം ഓരോ വിദ്യാർത്ഥികൾക്കും ഏറെ പ്രധാനപ്പെട്ടതാണ്. കളിച്ചും ചിരിച്ചും കൂട്ടുകാരൊത്ത് ഉല്ലസിച്ച് നടക്കാൻ പറ്റിയ കാലം. എന്നാൽ ഈ ഒരു സമയത്ത് സ്വന്തമായി അധ്വാനിച്ച പൈസയിൽ വിഷുവിന് പടക്കം വാങ്ങണമെന്ന ആഗ്രഹത്തോടെ ഒരു കട തുടങ്ങി ഏവർക്കും മാതൃകയാവുകയാണ് ഈ കൂട്ടുകാർ. നെറ്റ്വർക്ക് ന്യൂസിന് വേണ്ടി ക്യാമറ പേഴ്സൺ പ്രണവ് പെരുവാമ്പക്കൊപ്പം സ്നേഹ ഡിസിൽവ. പുത്തൂർ ALP സ്കൂൾ വാർഷികാഘോഷം വിവിധ പരിപാടികളോടെ നടന്നു. സിനിമാ താരം ഉണ്ണിരാജ് ചെറുവത്തൂർ പരിപാടി ഉദ്ഘാടനം ചെയ്തു. പുത്തൂർ ALP സ്കൂൾ 105ാം വാർഷികാഘോഷ പരിപാടികൾ സിനിമാ താരം ഉണ്ണിരാജ് ചെറുവത്തൂർ ഉദ്ഘാടനം ചെയ്തു. വലിയ ബുദ്ധിമുട്ട് തന്നെയായിരുന്നു സ്കൂളിലെ പിന്നെ എൻ്റെ ക്ലാസ്മേറ്റ്സ് രമണിയുണ്ട്, പിന്നെ രാധ, അവരെ ഉണ്ണിരാജ്, നാട്ടിലെല്ലാം സുഹൃത്തുക്കളാണ്, സുഹൃത്തുക്കളാണ്. രമണി വീട്ടിലെല്ലാം മുമ്പ് വന്നതാണ്. ഞാൻ രമണിയുടെ പേര് പഠിച്ചാണ് കോവിഡ് സ്കൂൾ. എനിക്ക് തട്ടിയെല്ലാം മറിച്ചില്ലേ സ്കൂൾ ഓടിന്. പിന്നെ നല്ല വെയിൽ വരുമ്പോൾ അതിനെ നല്ല സൂര്യപ്രകാശ താരേക്ക് വരും, മുഖത്തടിക്കും. പിന്നെ അതുപോലെ മഴ വരുമ്പോൾ കൃത്യമായിട്ട് അറിയും, നേരത്തെ അറിയും. കാരണം നമ്മൾ മേക്കാക്കിയിൽ ചില്ല് തീർക്കരുത്, ഫസ്റ്റ് തന്നെ കിട്ടും നമുക്ക്. കാറ്റെല്ലാം നല്ല സുഖമായിട്ട് വരും. പുഷ്പരാജ അധ്യക്ഷത വഹിച്ചു. പയ്യന്നൂർ സബ് ജില്ലാ AEO PP രത്നാകരൻ മാസ്റ്റർ മുഖ്യാതിഥിയായി ചടങ്ങിൽ പങ്കെടുത്തു. പ്രധാന അധ്യാപിക അനിത, വാർഡ് മെമ്പർ P ഹരികുമാർ, പുത്തൂർ സ്കൂൾ ട്രസ്റ്റ് സെക്രട്ടറി സുധർമ്മ ടീച്ചർ, രജില മഹേഷ്, അനുവർണ സന്തോഷ്, ബിന്ദു ടീച്ചർ തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് കുട്ടികളുടെയും രക്ഷിതാക്കളുടെയും വിവിധ കലാപരിപാടികൾ അരങ്ങേറി. നെറ്റ്വർക്ക് ന്യൂസ്, കരിവള്ളൂർ. ന്യൂസ് അവറിൽ ഒരു ഇടവേള കൂടി. വീണ്ടും വാർത്തകളിലേക്ക്. എരമം മാവില വടക്കേവീട് തറവാട് ദേവസ്ഥാനം പുനഃപ്രതിഷ്ഠയും കളിയാട്ട മഹോത്സവവും ഏപ്രിൽ 3, 4, 5 തീയതികളിൽ നടക്കും. നെരുവമ്പ്രം സ്നേഹ പാലിയേറ്റീവ് കെയർ ഇഫ്താർ സംഗമം സംഘടിപ്പിച്ചു. നെരുവമ്പ്രം PK സ്ക്വയറിൽ നടന്ന ഇഫ്താർ സംഗമത്തിൽ മത, രാഷ്ട്രീയ, സാംസ്കാരിക നേതാക്കൾ പങ്കെടുത്തു. നെരുവമ്പ്രം സ്നേഹ പാലിയേറ്റീവ് കെയർ സംഘടിപ്പിച്ച ഇഫ്താർ സംഗമത്തിൽ മത, രാഷ്ട്രീയ, സാംസ്കാരിക നേതാക്കൾ പങ്കെടുത്തു. ഏഴോം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് P ഗോവിന്ദൻ ഇഫ്താർ സംഗമത്തിൽ മുഖ്യാതിഥിയായി പങ്കെടുത്തു. ചെറുതാഴം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് M ശ്രീധരൻ അധ്യക്ഷത വഹിച്ചു. M അബ്ദുൽ ജബ്ബാർ, MS സലീം, അബ്ദുറഹ്മാൻ VV, അബ്ദുൽ ഹക്കീം VK, ഹാഫിൽ ഷാഹിൽ ദാരിമി, അബ്ദുൾ റഹ്മാൻ ലത്തീഫി, ഫാദർ മാത്യു, അബ്ദുസത്താർ മദനി, മനോഹരൻ KT, PV ജനാർദ്ദനൻ തുടങ്ങിയവർ സംസാരിച്ചു. സൂംബ ഫിറ്റ്നസ് കാങ്കോൽ ഫാസ്റ്റ് അക്കാദമിയുടെ ആഭിമുഖ്യത്തിൽ 15 വയസ്സിന് മുകളിലുള്ള വനിതകൾക്കായി നടത്തുന്ന സൂംബ ഫിറ്റ്നസ് പരിശീലനം ആരംഭിച്ചു. പയ്യന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് PV വത്സല ഉദ്ഘാടനം ചെയ്തു. സൂംബ ഫിറ്റ്നസ് കാങ്കോൽ ഫാസ്റ്റ് അക്കാദമിയുടെ ആഭിമുഖ്യത്തിൽ 15 വയസ്സിന് മുകളിലുള്ള വനിതകൾക്കായി നടത്തുന്ന സൂംബ ഫിറ്റ്നസ് പരിശീലനം പയ്യന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് PV വത്സല ഉദ്ഘാടനം ചെയ്തു. സംസാരിക്കുന്ന പോലെ ഇപ്പം സംസാരിക്കാൻ പറ്റില്ല, ഒരുപാട് സംസാരിക്കാനുണ്ട്. കായിക മേഖലയിൽ ഇന്ത്യയുടെ അവസ്ഥ എന്താണ്, നമ്മുടെ പശ്ചാത്തലം എന്തൊക്കെയാണ്, എങ്ങനെയുള്ള പ്രതിഭകളെയാണ് വളർത്തിക്കൊണ്ടുവരുന്നത്, ഇതിനെന്തൊക്കെ ചെയ്യണം എന്നതിനെക്കുറിച്ചെല്ലാം നമുക്ക് പറയാൻ വേണ്ടി കഴിയും. പക്ഷെ അത് ഇപ്പോൾ പറയുന്നില്ല. എന്നാൽ പുതിയ ചുവടുവെപ്പ് സുംബ ഫിറ്റ്നസ്. ഫാസ്റ്റ് അക്കാദമി പ്രസിഡന്റ് ഡോക്ടർ TV കുഞ്ഞിക്കണ്ണൻ അധ്യക്ഷത വഹിച്ചു. ഡൽഹി സ്പോർട്സ് യൂണിവേഴ്സിറ്റി ഷട്ടിൽ ബാഡ്മിന്റൺ താരം താനിയ ചടങ്ങിൽ മുഖ്യാതിഥിയായി പങ്കെടുത്തു. സൂംബ ട്രെയിനർ നിഷ, ഗ്രാമപഞ്ചായത്ത് മെമ്പർ PM വത്സല, ശീതള KV, NV സ്വപ്നദാസ്, KV വിലാസിനി ടീച്ചർ തുടങ്ങിയവർ സംസാരിച്ചു. സെക്രട്ടറി A കരുണാകരൻ മാസ്റ്റർ പദ്ധതി വിശദീകരണം നടത്തി. നെറ്റ്വർക്ക് ന്യൂസ്, കരിവള്ളൂർ. ഡയലോഗ് സെന്റർ പയ്യന്നൂർ യൂണിറ്റി മസ്ജിദുർ റഹ്മയിൽ ഇഫ്താർ സ്നേഹ സംഗമം സംഘടിപ്പിച്ചു. TP മുഹമ്മദ് ഷമീം ഇഫ്താർ സന്ദേശം നൽകി. ഡയലോഗ് സെന്റർ പയ്യന്നൂർ യൂണിറ്റ് മസ്ജിദ് റഹ്മയിൽ സംഘടിപ്പിച്ച ഇഫ്താർ സ്നേഹ സംഗമത്തിൽ TP മുഹമ്മദ് ഷമീം ഇഫ്താർ സന്ദേശം നൽകി. SAP ആസാദ് അധ്യക്ഷത വഹിച്ചു. ജമാൽ കടന്നപ്പള്ളി, മനോജ് കാന, N സുബ്രഹ്മണ്യൻ, ഡോക്ടർ YV കണ്ണൻ മാസ്റ്റർ, മാധവൻ പുറച്ചേരി, എതിർദിശ സുരേഷ്, ഡോക്ടർ VC രവീന്ദ്രൻ, ഡോക്ടർ ദാമോദരൻ, പപ്പൻ ചെറുതാഴം, സരോജിനി പയ്യന്നൂർ, PTP സാജിദ തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. രാമനഗരി ഗവൺമെന്റ് LP സ്കൂൾ വാർഷികവും എൻഡോവ്മെന്റ് വിതരണവും കുട്ടികൾ തയ്യാറാക്കിയ പുസ്തകത്തിന്റെ പ്രകാശനവും നടന്നു. സാഹിത്യകാരനും അധ്യാപകനുമായ ബിജു കാവിൽ പരിപാടി ഉദ്ഘാടനം ചെയ്തു.
രാമന്തളി ഗവൺമെന്റ് LP സ്കൂൾ വാർഷികവും എൻഡോമെന്റ് വിതരണവും കുട്ടികളുടെ പുസ്തകം വേനൽപ്പച്ചയുടെ പ്രകാശനവും വിവിധ കലാപരിപാടികളോടുകൂടി നടന്നു. പഞ്ചായത്ത് ഓപ്പൺ ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി സാഹിത്യകാരനും അധ്യാപകനുമായ ബിജു കാവിൽ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്രൊജക്ട് ഓഫീസർ രാജേഷ് കടന്നപ്പള്ളി ചടങ്ങിൽ മുഖ്യാതിഥിയായി പങ്കെടുത്തു. ടി ബൈജു അധ്യക്ഷത വഹിച്ചു. ഇ സുരേശൻ, KS പ്രിയ, ഇ ശ്രുതി തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് കുട്ടികളുടെയും അധ്യാപകരുടെയും പൂർവ്വ വിദ്യാർത്ഥികളുടെയും വിവിധ കലാപരിപാടികൾ അരങ്ങേറി. കണ്ടോത്ത് തെക്കാണ്ടത്തിൽ ഇരുട്ടൻ തറവാട് പുനഃപ്രതിഷ്ഠ നവീകരണം ഏപ്രിൽ 3, 4 തീയതികളിൽ നടക്കും. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. മാട്ടൂരിൽ കടൽക്ഷോഭത്തിൽ തീരദേശ മേഖലയിൽ വെള്ളം കയറിയത് മാട്ടൂൽ കോൽക്കാരൻ ചാൽ പ്രദേശങ്ങളിൽ. കടൽ തീരത്തെ തോടുകളിലേക്ക് വെള്ളം ഇരച്ചു കയറി. ചിഹ്നം നിലനിർത്താനുള്ള നെട്ടോട്ടത്തിലാണ് കേരളത്തിലെ CPM എന്ന് BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി K. രഞ്ജിത്ത്. അഴിമതിരഹിതമായ ഭരണമാണ് രാജ്യത്ത് നടക്കുന്നതെന്നും K. രഞ്ജിത്ത്. ചെറുവശ്ശേരി കണ്ടോന്താർ റോഡിൽ കുടിവെള്ള പദ്ധതിയുടെ ഭാഗമായി കുഴിച്ച കുഴികൾ പൂർവ്വസ്ഥിതിയിലാക്കാത്തത് യാത്രക്കാർക്ക് പ്രയാസം സൃഷ്ടിക്കുന്നു. റോഡ് വെട്ടിപ്പൊളിച്ചിട്ട് മാസങ്ങൾ പിന്നിട്ടു. ശ്രീരാമവില്യം കഴകത്തിൽ 25 സംവത്സരങ്ങൾക്ക് ശേഷം നടക്കുന്ന പെരുങ്കളിയാട്ടത്തിന് അനുവാദം വാങ്ങൽ ചടങ്ങ് ആചാര അനുഷ്ഠാനങ്ങളോടെ നടന്നു. പെരുങ്കളിയാട്ടം നടക്കുന്നത് 2025 മാർച്ച് 5 മുതൽ 12 വരെ. ന്യൂസ് അവർ പൂർണ്ണമാകുന്നു. നമസ്കാരം.